ജനുവരി 6-നാണ് ഒരു ചാനൽ ചർച്ചയിൽ പി.സി. ജോർജ് വിദ്വേഷ പ്രസംഗം ഉന്നയിക്കുന്നത്. അതിനെ തുടർന്ന് യൂത്ത് ലീഗ് പിന്നീട് പരാതി നൽകുകയുണ്ടായി. പക്ഷേ പരാതി നൽകി 5 ദിവസത്തിന് ശേഷമാണ് പി.സി. ജോർജിനെതിരെ പോലീസ് നടപടിക്ക് ഒരുങ്ങുന്നത്, കേസെടുക്കുന്നത്. പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി പിന്നീട് തള്ളുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് ഹൈക്കോടതിയുടെ തീരുമാനവും വന്നിരിക്കുന്നു. വിഷയത്തിൽ പി.സി. ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. അങ്ങനെ അവിടെയും തിരിച്ചടിയുണ്ടായിരിക്കുന്നു. നിഷാദ്, ഇത്രയും സാവകാശം പി.സി. ജോർജിന് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? സുപ്രീം കോടതി പോകാനുള്ള സമയം കൊടുക്കുമായിരിക്കും എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കാണാനില്ലെന്നോ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാധാരണ നിലയ്ക്ക് ഇതിന് ഗവൺമെൻറ് ഉത്തരവൊന്നും പറയാൻ സാധ്യതയില്ല. പല കേസുകളിലും സുപ്രീം കോടതി വരെ പോയി ഇളവ് നേടാൻ ആളുകൾക്ക് ആ സമയം കൊടുത്തിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. സിദ്ദിഖ് ഇവിടുത്തെ സകല കോടതിയിലും പോയി, സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് തടയുന്ന തീരുമാനം എടുക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ പോലീസെല്ലാം സഹായം ചെയ്തു കൊടുത്തു. സഹായം ചെയ്യാൻ തീരുമാനിച്ചാൽ സഹായം ചെയ്യും. നമ്മൾ എത്ര കിടന്ന് ബഹളം വെച്ചിട്ടും കാര്യമില്ല. കേരളത്തിൻ്റെ പൊതുവികാരം മുഴുവൻ ഇങ്ങോട്ട് ഇളകി വന്നാലും വേണ്ടില്ല, പോലീസ് സഹായിക്കാൻ തീരുമാനിച്ചാൽ സഹായിക്കും. അതാണ് പോലീസിൻ്റെ രീതി. ഇപ്പോൾ ഇതിൽ പോലീസിന് മാത്രമായി സഹായിക്കാനൊന്നും പറ്റില്ല. ഇത്രയും വലിയ ബഹളമായതല്ലേ. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ തീരുമാനമാണ് ജോർജിനെ സഹായിക്കാനാണ് തീരുമാനം. അല്ലെങ്കിൽ എന്താ, ഇതിൽ അനീതി സംഭവിച്ചു കഴിഞ്ഞു. അനീതി നടന്നു കഴിഞ്ഞ കേസാണിത്. ഇതിനകത്തെ എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു പരാതിയുമില്ലാതെ കേസെടുക്കാൻ പോലീസിന് കഴിയും. ഒരു പരാതിയുമില്ലാതെ പോലീസ് കേസെടുത്ത നിരവധിയായ സന്ദർഭങ്ങളും കേസുകളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നറിയാം, പോലീസ് കേസെടുക്കുന്നില്ല. യൂത്ത് ലീഗ് പരാതി കൊടുക്കുന്നു, അപ്പോഴും കേസെടുക്കുന്നില്ല. പിന്നീട് കേസെടുക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും മുൻകൂർ ജാമ്യം കിട്ടുന്നു. പിന്നെ പോലീസിനെല്ലാം കൂളായി. അപ്പോൾ ജോർജ് പറഞ്ഞ വാചകത്തെ സംരക്ഷിക്കാൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോയി ജോർജ് അനുകൂലമായ ഒരു വിധി കിട്ടുമോ, അങ്ങനെ പലരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിധി കിട്ടുമോ എന്ന് ഒരു പക്ഷേ കാത്തിരുന്നേക്കാം. അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ ക്ലിയറാണ്. എന്ന് വെച്ചാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. അതിന് പല കാരണങ്ങളും പറഞ്ഞു. അയാളെ പോലുള്ള കേരളീയ രാഷ്ട്രീയം മുഖ്യധാരയിൽ നിന്ന് അവഗണിച്ചാട്ടി ഓടിച്ച ഒരു മനുഷ്യനെ നമ്മളിനി അറസ്റ്റ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് പറയുന്ന വിശാലമായ മതനിരപേക്ഷ ആലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അവഗണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതാണ് ഒരു ഭാഗം ആൾക്കാർ പറയുന്നത്. അങ്ങനെ അവഗണിക്കാൻ ഒരു ഭരണകൂടത്തിന് പറ്റില്ലല്ലോ. നിങ്ങളൊരു അമൃത ഒരു കുറ്റം ചെയ്താൽ അമൃത ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. കുറ്റം ചെയ്ത് അമൃതയായാലും അജിംസായാലും നിഷാദായാലും കേസെടുക്കണം. അതാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ ഇവിടെ കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിങ്ങനെ അഴിഞ്ഞാടാൻ പോവാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താണ്, ഈ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ സമീപനത്തിൻ്റെ പ്രശ്നമാണ് അമൃത. ഇത് എന്ന് വെച്ചാൽ ചില തരം ഹെയ്റ്റുകൾ നടക്കട്ടെ, ചില പ്രത്യേക കോർണറിലുള്ള മനുഷ്യന്മാരത് പറയട്ടെ, നമ്മൾ അവർക്കെതിരെ കേസെടുത്ത് അവരുടെ വർഗീയതയ്ക്കെതിരെ നമ്മളൊരു കർശനമായ സമീപനം സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശം കൊടുത്താൽ ചിലപ്പോൾ അവർ പിണങ്ങിയാലോ എന്ന് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു CPIM-ൻ്റെ കുടുംബശ്രീയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു കുപ്രസിദ്ധ യൂട്യൂബ് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുടെ തലക്കെട്ട് കാണുക. അതിൽ പറയുന്നത് ആചാരപരമായ പ്രത്യേകതയുള്ള മണ്ഡപത്തിൽ CPMമാർ ബീഫ് വെച്ച് വിളമ്പി, പൊട്ടിക്കരഞ്ഞു ഭക്തർ. മനുഷ്യരെ തെറ്റിക്കണം. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയും അതിവിടെ കുടുംബശ്രീക്ക് വേണ്ട പരിപാടിക്ക് വന്നവരുമെല്ലാം ഹിന്ദു ആചാരങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത തലക്കെട്ടാക്കി എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കുപ്രസിദ്ധ യൂട്യൂബർക്കെതിരെ പ്രോപ്പർ ആക്ഷൻ ഇല്ലയെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് അൻവർ. എന്നിട്ടാണ് അൻവർ ഇറങ്ങിപ്പോകുന്നതെന്ന് ഓർക്കണം. ഇപ്പോഴും യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ തീവ്രവർഗീയ പ്രസരണം അതിശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയും അൻവർ പുറത്തു പോവുകയും CPMമാരെല്ലാം കൂടെ കൂടിയിരുന്ന് അൻവറിനെ കളിയാക്കുകയും ചെയ്യാണ്. അൻവറിനെ കളിയാക്കുകയാണ്. അൻവർ പുറത്തു പോക്ക് പോയല്ലോ. അകത്ത് ഈ വർഗീയതയോടുള്ള നമ്മുടെ പോലീസിൻ്റെ സമീപനം എന്താണെന്ന കാര്യത്തിൽ അവർക്ക് ആദ്യമൊന്നുമില്ല. അൻവറിനെ കളിയാക്കാനാണ് കൂടുതൽ നേരം. അപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കോൺഫിഡൻസ് ആണ് ഈ കുപ്രസിദ്ധ യൂട്യൂബർക്ക്. എന്ത് കോൺഫിഡൻസ് കിട്ടുന്ന എവിടുന്നാണ്? അതിനേക്കാൾ വർഗീയത പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോടേ എന്ന് പച്ചയ്ക്ക് ഒരാൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല. അതിനേക്കാൾ വലിയ വർഗീയത ആർക്കും പറയാമല്ലോ എന്ന കോൺഫിഡൻസ് എല്ലാവർക്കും വരികയാണ്. അപ്പോൾ സർക്കാർ എന്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് പ്രത്യേകിച്ച് ഒരു ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകാൻ പോകണം. ഗവൺമെൻറ് പലതരത്തിലുള്ള സമവാക്യ ആലോചനയുണ്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് കുറേ തവണ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല, നമ്മളിപ്പോൾ വ്യവസായ വളർച്ചയിൽ വലിയ മുന്നിലാണ്. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ വളരെ മുന്നിലാണ്. നമ്മുടെ സംസ്ഥാനം വലിയ ഉത്തരോത്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അതിന്മേലുള്ള ഡിബേറ്റ് നടക്കുകയാണ്.
ഇനിയിപ്പോൾ ഈ സർക്കാർ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ വ്യവസായ മേഖലകളിലും മറ്റ് വളർച്ചാ വികസന മേഖലകളിലും ക്ഷേമ പരിപാടികളുടെ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സിൻ്റെയും പ്ലസ് മാർക്സ് നമ്മൾക്ക് റദ്ദ് ചെയ്യാൻ കളയാൻ പറ്റും. ഒറ്റ കാരണത്താൽ ഈ വർഗീയതയോട്, ഈ ഹിന്ദുത്വ വർഗീയതയോട് കാണിക്കുന്ന സർക്കാരിൻ്റെ അനുഭാവ സമീപനത്തെ മാത്രം എടുത്തിട്ട് ബാക്കി ഏതൊക്കെ മേഖലയിൽ സർക്കാർ എന്തൊക്കെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ മുഴുവൻ മാർക്ക് റദ്ദ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം എന്താണ്, ഏത് വ്യവസായ മേഖലയിലെ വളർച്ചയും ഏത് മേഖലയിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റവും അനുഭവിക്കാനുള്ള യോഗം വേണമെങ്കിൽ അതൊരു ഹാർമോണിയസ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലേ പറ്റുള്ളൂ. ഈ നാടിനെ മുടിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. മനുഷ്യന്മാർ വർഗീയതയുടെ പേരിൽ തമ്മിൽ തല്ലി ചാവാൻ ഇട്ട് കൊടുത്തിട്ട് വർഗീയതയുടെ ഏറ്റവും വൃത്തികെട്ട പ്രസരണത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ട് വ്യവസായ മേഖലയിൽ ഞങ്ങൾ വളർച്ച ഉണ്ടാക്കുകയാണ്. ആർക്ക് അനുഭവിക്കാനാണിത്? ഈ വ്യവസായ മേഖലയിൽ ഉണ്ടാക്കുന്ന വളർച്ചയുണ്ടല്ലോ, വരുന്ന കമ്പനികൾ ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്ക് അനുഭവിക്കാനാണ്? ഈ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും അനുഭവിക്കണം. സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത, മതസൗഹാർദ്ദം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇതൊക്കെ ആരനുഭവിക്കും? മനുഷ്യർ തമ്മിൽ തല്ലി ചാവാനുള്ള വിഷം ഇങ്ങനെ കലരുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഭരണകൂടം പിന്നെ എന്ത് അച്ചീവ് ചെയ്തിട്ടാണ്? ആർക്ക് വേണം? ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്നാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരും പറയുന്നു. ഇന്ത്യ മഹാരാജ്യം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് പട്ടിണി പോലുമല്ല, മനുഷ്യന്മാർ തമ്മിൽ തല്ലുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്കാണ്. അത് തടയാൻ ഒരു പ്രയോറിറ്റി ഒന്നാമതില്ലാത്ത ഭരണകൂടം ഏത് ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ച് പറയുന്നു? ആർക്കത് വേണ്ടത്? മനുഷ്യന്മാർക്ക് വേണ്ടത് സമാധാനമാണ്, സഹവർത്തമാണ്. അതാണ് ഈ രാജ്യത്തെക്കുറിച്ച് ഇതുണ്ടാക്കിയ മനുഷ്യർ സ്വപ്നം കണ്ടത്. അതിനോട് കോംപ്രമൈസ് എടുത്തിട്ട് ഏത് വർഗീയവാദിയെ അഴിഞ്ഞാഴട്ടെന്ന് തീരുമാനിച്ചിട്ട് വ്യവസായ വളർച്ച കൊണ്ടുവരുന്നു. നടക്കട്ടെ. അജിംസൺ എന്താ തോന്നുന്നത്? പി സി ജോർജിനെ ഇനി സുപ്രീം കോടതി കാണാം അല്ലേ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണെന്ന് ഇപ്പോൾ തോന്നിയത് തന്നെയാണ് എപ്പോഴും തോന്നുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പാണ് പി സി ജോർജ് ഒരു ഹാബിച്വൽ ഒഫൻഡർ തന്നെയാണ് അദ്ദേഹം. ഒരു തവണയല്ല, പലതവണ ആവർത്തിച്ച് വർഗീയത പറയുന്ന ആളാണ്, വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാർ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഈ ഉപതെരഞ്ഞെടുപ്പിന് ഉയർന്നു വരും. പി സി ജോർജിനെ രാവിലെ അറസ്റ്റ് ചെയ്യുന്നു. പാലായിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് അദ്ദേഹത്തെ തിരുവനന്തപുരം വരെ റോഡ് ഷോ പോലെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വിദ്വേഷ പ്രസംഗം നടത്തി തിരുവനന്തപുരത്താണ്. അതിനങ്ങനെ ഒരു റോഡ് ഷോ പോലെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് BJP പ്രവർത്തകർ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നു. അതായത് പിണറായി വിജയൻ്റെ പോലീസ് എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് റോഡ് ഷോ നടത്തി കൊണ്ടുപോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ പ്രോസിക്യൂട്ടർ ഹാജരാവാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു. മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു. അദ്ദേഹം പുല്ലുപോലെ പുറത്തു വരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റു പോകുന്നു, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ. അപ്പോൾ സർക്കാർ ചിന്തിക്കുന്നുണ്ടാകുമ്പോൾ, അതായത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്താൽ ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, അതുകൊണ്ടാണ് ഞങ്ങളോട് തോറ്റുപോയത്. അതുകൊണ്ട് ഈരാറ്റുപേട്ട ഇപ്പോൾ എടുത്താണ് കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമോ? കാരണം അദ്ദേഹത്തിന് ഹൈക്കോടതി വരുന്നതിന് മുമ്പ് ജില്ലാ കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷ കൊടുത്തിരുന്നതുകൊണ്ട് തള്ളിയതാണ്. എന്നിട്ടാണ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2-3 മാസമായി അല്ലേ? പി സി ജോർജ് വളരെ കൂളായിട്ട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ചാനൽ ചർച്ചകളിൽ വരുന്നു, അവിടെ ഇവിടെ പോകുന്നു, പ്രസംഗിക്കുന്നു. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഇത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഗുരുതരമായ കുറ്റകൃത്യമായിട്ട് പോലീസിന് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ അറസ്റ്റ് ചെയ്യാത്തത്. ഇനി വേണമെങ്കിൽ സുപ്രീം കോടതി പോയി ജാമ്യം നേടിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നത്. വിദ്വേഷ പ്രസംഗം ഒരാളെ അറസ്റ്റ് ചെയ്ത് തെളിവ് ശേഖരിക്കേണ്ട ഒരു ഗുരുതരമായ കുറ്റമായിട്ട് പോലീസിന് തോന്നുന്നില്ല എന്നുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്. പക്ഷേ സുപ്രീം കോടതി ഈ വിദ്വേഷ പ്രസംഗങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ ചില ഡയറക്റ്റീവ്സ്, നിരീക്ഷണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരാൾ വിദ്വേഷ പ്രസംഗം നടത്തി അതിനുശേഷം അയാൾ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് അയാൾ ചെയ്ത കുറ്റമില്ലാതാകുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതിൻ്റെ കാരണം, ഒരാളെ ചീത്ത വിളിക്കുന്നു, എന്നിട്ട് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയുന്നു, പിന്നെ അടുത്ത പ്രാവശ്യം അയാളെ വീണ്ടും അത് വിളിക്കുന്നു, വീണ്ടും മാപ്പ് പറയുന്നു, അതുകൊണ്ട് ഈ കുറ്റമില്ലാതാവുന്നില്ല. അപ്പോൾ പി സി ജോർജിനെതിരെ പറയുന്നു, പി സി ജോർജ് ഞാൻ അറിയാതെ പറഞ്ഞതാണ്, അബദ്ധം പറ്റിയതാണ് എന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ വാദിച്ചത്. ബുധനാഴ്ചയാണ് അതിൻ്റെ വാദം തീർന്നത്. ബുധനാഴ്ച കോടതിയോട് പറഞ്ഞത് അതെനിക്ക് ടെലിവിഷൻ്റെ പേരിൽ ഒരു അബദ്ധം പറ്റിയതാണ്. ജഡ്ജി തിരിച്ചു ചോദിക്കുകയാണ്, തുടർച്ചയായ അബദ്ധം പറ്റുകയാണോ എന്നാണ് തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്നത്. അതായത് ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡറാണ് എന്ന് ഹൈക്കോടതിക്ക് പോലും മനസ്സിലായി. പക്ഷെ നമ്മുടെ പോലീസിന് അത് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ നിഷാദ് മുമ്പ് വളരെ കൃത്യമായി പറഞ്ഞതുപോലെ, വിശദമായി പറഞ്ഞതുപോലെ, ഇതങ്ങ് നടന്നോട്ടെ എന്ന് സർക്കാർ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. അത് പോലീസിന് മാത്രം പ്രശ്നമല്ല. പി സി ജോർജിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ വ്രണപ്പെടുന്നത് അവർ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് ആശങ്കിച്ചുകൊണ്ടാണ് സർക്കാർ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാത്തത്. വളരെ സിമ്പിളാണ് കാര്യം. ഇനി അറസ്റ്റ് ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടാവും എങ്കിൽ അറസ്റ്റ് ചെയ്ത് റോഡ് ഷോ നടത്തും, തിരുവനന്തപുരം വരെ റോഡ് ഷോ നടത്തി കാണിച്ചു നോക്കും. അതുകൊണ്ട് ഗുണമില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യില്ല. അതായത് വിദ്വേഷത്തെ, വർഗീയതയെ, വിഷപ്രചാരണത്തെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആരൊക്കെ ഉപയോഗിക്കുകയാണ്. അതിന് ഗുണഫലം ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഈ നാടിനുണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്ന് നമ്മൾ വോട്ട് ചെയ്യുന്ന പൗരന്മാർ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് ഈ നാടിനുണ്ടാകുന്ന പ്രശ്നം, നമ്മൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കർണാടകയാണ്. കർണാടകയിൽ BJP ഭരിച്ച 5 കൊല്ലം
അവിടെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം നടന്നു, വലിയ തോതിലുള്ള ഹെയ്റ്റ് ഉണ്ടായി, ഹെയ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവൻറ്റ്സ് ഉണ്ടായി, ഹിജാബ് നിരോധനത്തെ തുടർന്നൊക്കെ. അത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തിയത് ആരെയാണ്? ബാംഗ്ലൂരിലെ കോർപ്പറേറ്റുകളെയാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബാംഗ്ലൂരിലേക്ക് എന്ത് വരില്ല? ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. ബഹുരാഷ്ട്ര കമ്പനികൾ പ്രവർത്തിക്കുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ബാംഗ്ലൂർ. അത് അവിടുത്തെ ബിസിനസ് സാഹചര്യത്തെ മോശമാക്കുമെന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്തു? വലിയ വലിയ കമ്പനികളുടെ സിഇഒമാർ ഉൾപ്പെടെ പരസ്യമായി സംസാരിക്കാൻ തുടങ്ങി, ഇത് അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഭരണം മാറി, കോൺഗ്രസ് വന്നു. കോൺഗ്രസ് ആദ്യം ചെയ്തത് എന്താ? ഈ സൈസ് ആളുകളെ പിടിച്ച് ആദ്യം അകത്തിടുകയാണ് ചെയ്തത്, കേസെടുത്ത് അകത്തിടുക ചെയ്തത്. അതിന് ആ സർക്കാരിനെ അഭിനന്ദിച്ചേ പറ്റുമോ? എല്ലാവരെയും പിടിച്ച് അകത്തിട്ടു. ഇപ്പോൾ എന്തെങ്കിലും കേൾക്കാറുണ്ടോ? കർണാടകയിൽ അങ്ങനെ എന്തെങ്കിലും അലമ്പ് കേൾക്കാറുണ്ടോ? നമ്മളവിടെ പശുവിനെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന, ലവ് ജിഹാദിൻ്റെ പേരിൽ യുവാക്കളെ തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥലമായിരുന്നു കർണാടക. UP പോലെ തന്നെ നിരന്തരം കേസുകൾ ഉണ്ടാകുന്നൊരു, ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു കർണാടക. ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് കർണാടകയിൽ നിന്ന്. അപ്പോൾ ഒരു സർക്കാർ തീരുമാനിച്ചാൽ ഈ വിഷവായുകൾ അടയ്ക്കാൻ പറ്റും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർണാടക. അതെന്തുകൊണ്ടാണ് കേരളത്തിൽ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻഡ് കാത്തു നിൽക്കുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നതെന്നാണ് അതിൻ്റെ ഉത്തരം.